നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 691. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. കുചേലചരിതം ഭാഗം 1 പറയേണ്ടത്. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 691, കുചേലചരിതം ഭാഗം 1, സർഗം 190. പുണ്യമാം ബലരാമൻ്റെ ചരിതം നൃപസത്തമൻ നുകർന്നു കൃഷ്ണനിൽ പ്രേമം വെഴിഞ്ഞ ഈ വണ്ണം മോദിനാൻ. കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ആർ വെരി സ്വീറ്റി, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പുണ്യമാം ബലരാമൻ്റെ ചരിതം നൃപസത്തമൻ നുകർന്ന് പരീക്ഷിത്ത് ആവോളം ആസ്വദിച്ച ശേഷം കൃഷ്ണനിൽ പ്രേമം വഴിഞ്ഞ് ഈ വണ്ണം മോദിനാൻ. മുകുന്ദൻ്റെ ചരിത്രങ്ങൾ ഇനിയും ചൊല്ലണം പ്രഭോ, പിന്നെയും പിന്നെയും കേൾപ്പാൻ ഞങ്ങൾക്ക് ആയതിൽ ആഗ്രഹം. ഞങ്ങൾക്കിപ്പോൾ ആഗ്രഹം എന്താ? മുകുന്ദൻ്റെ ചരിത്രങ്ങൾ ഇനിയും ചൊല്ലണം പ്രഭോ, പിന്നെയും പിന്നെയും കേൾപ്പാൻ ഞങ്ങൾക്കായതിൽ ആഗ്രഹം. വളർന്നിടുകയാം ബ്രഹ്മൻ, അതിൽ ആഗ്രഹം വളർന്നിടുകയാം ബ്രഹ്മൻ. വെറും വിഷയചിന്തനം മകന്നുള്ളം തെളിഞ്ഞതാന്ന വഴി പൊന്മന്നിതിൽ. ഈ ബ്രഹ്മൻ എന്നുള്ള സല്യൂട്ടേഷനെങ്കിലും നമ്മൾ ബഹുമാനിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? അപ്പോൾ പിന്നെയും പിന്നെയും കേൾപ്പാൻ ഞങ്ങൾക്കായതിൽ ആഗ്രഹം വളർന്നിടുകയാം ബ്രഹ്മൻ. വെറും വിഷയചിന്തനം മകന്ന് ഉള്ളം തെളിഞ്ഞിടാൻ ഇതാണ് വഴി മന്നിതിൽ. ഏതൊരു കാര്യത്തിൽ നിന്നും ശാന്തിയും സമാധാനവും ലഭിക്കണമെങ്കിൽ ആധ്യാത്മികതയെ ശരണം പ്രാപിക്കണം. ആധ്യാത്മികയെ ശരണം പ്രാപിക്കാതെ കണ്ട് ശാന്തിയും സമാധാനവും ഉണ്ടാവില്ല. മന്ദസ്മിതം വിതറിയും മണിത്തള കിലുക്കിയും കാലിക്കിടാങ്ങൾ പിന്നാലെയോടിയും കളിയാടിയും. അപ്പോൾ ആ ശ്രീകൃഷ്ണൻ്റെ ചെറിയൊരു പ്രിയാമ്പിൾ പറഞ്ഞു ഇവിടെ. മന്ദസ്മിതം വിതറിയും മണിത്തളകിലുക്കിയും കാലിക്കിടാങ്ങൾ പിന്നാലെയോടിയും കളിയാടിയും തൃച്ചുണ്ടിൽ വെച്ചു പൊന്നോട കുടലങ്ങിനെ ഊതിയും പ്രേമോന്മാദം വളർത്തിക്കൊണ്ടുള്ളിൽ അമ്പോരു ഹാക്ഷനെ. ഇവിടെ ഭഗവാനോടുള്ള പ്രേമാണ്, അല്ലാണ്ട് ശാരീരികമായിട്ടുള്ളതല്ല, ലൗകികാവസ്ഥയിലത്തെ പ്രേമമല്ല, ഡിവൈൻ പ്രേമം. തൃച്ചുണ്ടിൽ വെച്ചു പൊന്നോട കുഴലിങ്ങനെ യൂതിയും പ്രേമോന്മാദം ആ ഉന്മാദം എന്നുള്ളതിന് അർത്ഥം സാക്ഷി എന്ന് പറയണം. ഉന്മാദം വളർത്തിക്കൊണ്ട് ഉള്ളിൽ അമ്പോരുഹാക്ഷനെ താമരക്കണ്ണനെ വിളയാടിച്ചുകൊണ്ട് ഏതാനവിടുന്ന് അമ്പോടി വിധം അരുളി ചെയ്തിടും പുണ്യസുധാമധുര സൂക്തികൾ. അങ്ങ് പറയുന്നത് എന്താ? പരീക്ഷത്തിൻ്റെ വാക്കിൽ അരുളി ചെയ്തിടും പുണ്യസുധാമധുര സൂക്തികൾ. പുണ്യം തരുന്നതായ, പുണ്യത്തെ പ്രാപിക്കാൻ ഉതകുന്നതായ സുധാമധുര സൂക്തികൾ, അമൃത സമാനമായിട്ടുള്ള വാക്കുകൾ. അർത്ഥറിയണം. നുകർന്നാലും മതിയാവില്ലൊരുത്തനും. ശ്രീകൃഷ്ണ കഥാമൃതം എത്ര വായിച്ചാലും മതി വരില്ല, മതി വരാൻ പാടില്ല. മതി വന്നാൽ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ നുകർന്നാലും മതിയാവില്ലൊരുത്തനും, അത്രയ്ക്കത് ആകർഷകമാണ് അവിടുത്തോട് ചൊൽകയാം. അങ്ങ് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ച് ഈ ശ്രീകൃഷ്ണ സുധ എത്ര കേട്ടാലും മതി വരില്ല.
അതുകൊണ്ട് അങ്ങ് അത് കുറച്ചുകൂടി പറഞ്ഞാൽ തിരക്കില്ല. കണ്ടതും കേട്ടതും തെണ്ടി തളർന്നിടുന്ന മാനുഷൻ എവിടെ പോയാലാണ് നല്ല ഇഡ്ഡലി കിട്ടുക? സ്ഥലം ഞാൻ പറയണില്ല, ആർക്കും വിഷമം വരാൻ പാടില്ല. എവിടെ പോയാലാണ് നല്ല കള്ള് കിട്ടുക? ഇങ്ങനെ സുഖലോലുപരായിട്ട്, ശാരീരിക സുഖലോലുപരായിട്ട് കഴിയണം ആൾക്കാർ. അതുകൊണ്ടാണ് പറഞ്ഞത്, കണ്ടതും കേട്ടതും തെണ്ടി തളർന്നിടുന്ന മാനുഷൻ കൊണ്ടൽ നേരുളി വർണ്ണൻ്റെ കമനീയ കഥാമൃതം വിടില്ല കാതിൽ പെട്ടിടിൽ. കാതിൽ പെടണം. ഒരു പ്രാവശ്യം ആ അമൃത സമാനമായ ശ്രീകൃഷ്ണ കഥ കേട്ട് ആനന്ദിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ പിന്നാലെ ഓടും ജനങ്ങൾ. ഇപ്പം എന്താ ഓടാത്തത് ചോദിച്ചാൽ, അത് അനുഭവിക്കണമെങ്കിൽ ഒരു പ്രീ കണ്ടീഷൻ ഉണ്ട്. എന്താ അത്? ധർമ്മം അധർമ്മം അറിഞ്ഞ് അധർമ്മത്തെ നിരാകരിച്ച് ധർമ്മത്തെ സ്വീകരിച്ച് ജീവിക്കുന്നവർക്ക് ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ വാസ്തവം. ഇപ്പം ഞാൻ തന്നെ ഇവിടെ വന്നൊരു 4.5 വർഷം PA സിസ്റ്റത്തിൽ ശിവപുരാണം 5 പ്രാവശ്യം വായിച്ച് സമർപ്പിച്ചു. തൊട്ടടുത്ത് ശിവക്ഷേത്ര, ഒരു മതില. ഇവിടെ ഇരുന്നാൽ കിഴക്കേ നടക്കയിൽ ഗന്ധർവത്തറയിൽ വിളക്ക് വെച്ചത് കാണാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ എപ്പിസോഡുകൾ പറയാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എൻ്റെ വീട്ടിലെ കാർ പോർച്ചിൻ്റെ മേലെയാണ് ഞാനൊരു സ്റ്റുഡിയോ റൂം തട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇവിടെ ഇരുന്നാൽ എനിക്ക് ആ വിളക്ക് കാണാം. അത്രയും ഡീപ്പ് റിലേറ്റഡാണ് ഞങ്ങൾ. കാരണം ഭഗവാനാണ് എനിക്ക് ഈ സ്ഥലം 92 വാങ്ങി തന്നത്. ഭഗവാൻ കാരണമാണ് കിട്ടിയതെന്നർത്ഥം. 82 ഫെബ്രുവരിയിൽ എനിക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. അത് ആ 10 വർഷം ഞാനത് ബോംബെയിൽ IIT-യിൽ പട്ടാമ്പി ഗുരുവായൂരപ്പന് വിചാരിച്ചിട്ട് വെക്കുന്ന കടാവളിക്കൻ്റെ ഒപ്പം വെച്ച ആചരിച്ചു അനുഷ്ഠാനങ്ങൾ. 10 വർഷം കഴിഞ്ഞപ്പോൾ എന്നാ പിടിച്ചോ, ഒരു 54 സെൻറ്റ് സ്ഥലം. അതും ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ ആനപ്പള്ള പിന്നെ മതിലിൽ കരിങ്കല്ല് കട്ടിലൊക്കെ ആയിട്ട്. സോ ഇറ്റ് ഈസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി, മാർവലസ്, സ്റ്റുപ്പൻഡുവസ് എന്നൊക്കെ പറയും. ഞാനല്ല, റിയാലിറ്റി ഷോയിൽ ചിലവർ സ്റ്റുപ്പൻഡുവസ്, ജയ് മാതാദി എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. പരമശൈലേ. അപ്പോൾ കണ്ടതും കേട്ടതും തെണ്ടി തളർന്നിടുന്ന മാനുഷൻ കൊണ്ടൽ നേരുളി വർണ്ണൻ്റെ കമനീയ കഥാമൃതം വിടില്ല കാതിൽ പെട്ടിടിൽ. വിശേഷജ്ഞൻ ഒരിക്കലും, വിശേഷജ്ഞാനമുള്ളവൻ ഒരു തരത്തിലും വിടില്ല. മറ്റൊന്നും പോലെയല്ല ഓർത്തു കണ്ടാൽ കൃഷ്ണകഥാമൃതം ആവർത്തിപ്പോളവും കൂടും അതിൻ മാധുര്യമെത്രയും. അതാണ് സത്യം. ആവർത്തിപ്പോളവും കൂടും, ആവർത്തിപ്പോളവും കൂടും അതിൻ മാധുര്യമത്രയും. എത്ര വായിച്ചാലും മതി വരില്ല. എന്നോട് ചിലവർ ചോദിക്കും, എന്താ ഇപ്പോൾ ശ്രീകൃഷ്ണ പിന്നെ സുബ്രഹ്മണ്യൻ ധ്രുവൻ്റെ വൃത്താനുവൃത്തം ഭാഗവതം 662 എപ്പിസോഡ്, ദേവി ഭാഗവതം 555 എപ്പിസോഡ്, പിന്നെ ശിവഗീത, അതുകൂടാതെ കണ്ട് രാമായണ തത്വമാഹാത്മ്യം, ഒരു 10 അധ്യായം ഭഗവത്ഗീത, പിന്നെ കുറേ സുഭാഷിതങ്ങൾ, പിന്നെ പറഞ്ഞില്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സഹസ്രനാമത്തിന് അർത്ഥം നാമാവലിക്ക് ഇപ്പോൾ 691 എപ്പിസോഡായിട്ട് ശ്രീകൃഷ്ണ കഥാമൃതം. ഭാഗവതം മൂലം ഒരു 181 എപ്പിസോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് എത്ര ആവർത്തിച്ചാലും മതി വരില്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താ ഉണ്ടോ? ശാന്തിയും സമാധാനം, ശാന്തിയും സമാധാനം, ശാന്തിയും സമാധാനം. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിനാൽ ഇനിയും കൃഷ്ണ കഥ കേൾപ്പിച്ചു തന്നിടാൻ ദയവുണ്ടാകണം വേദവ്യാസാത്മജാ മഹാപ്രഭു. കാതിന് തൊന്നേ സാഫല്യം മനുജനും മധുമാതിരി. കാതിന് സാഫല്യമുണ്ടാവണമെങ്കിൽ ഈശ്വര നാമങ്ങൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നിട്ട് അവരവരനെ കേൾക്കണം, അവരവരനെ പറയണം, അവരവരനെ കേൾക്കണം.
വാക്കിനും ലാഭം ഈ മണ്ണിൽ മുകുന്ദ വർണ്ണനം. വാക്കിനും ലാഭം ഈ മണ്ണിൽ മുകുന്ദ ഗുണവർണ്ണനം. കൈകൾക്കോ ഭഗവത് പൂജാ പരിചര്യാദി തന്നെയാം. തെളിഞ്ഞ് ഏതേതിലും സർവേശ്വരനെ തന്നെ ഓർക്കുവാൻ ആവതും പരിശീലിക്കും മനസ്സൊന്നേ മനസ്സുമാം. എല്ലാ മനസ്സും മനസ്സല്ല. പിന്നെ ഏതു മനസ്സാണ് മനസ്സ്? ആവതും പരിശീലിക്കും മനസ്സൊന്നേ മനസ്സുമാം. ഈശ്വര കഥകളെ മനനം ചെയ്യുകയും ധ്യാനിക്കാനും സാധിക്കുന്ന ആളുടെ മനസ്സെന്തോ അതാണ് ശരിയായ മനസ്സെന്ന. ബാക്കിയുള്ളത് ചെരിഞ്ഞിട്ടോ വളഞ്ഞിട്ടോ ആയിരിക്കും. ഭഗവത് വിഗ്രഹത്തിനും ഭക്തോത്തസം ജനത്തിനും നമസ്കരിച്ചിടുകയാം ശിരസിനും പ്രയോജനം. ഇപ്പോൾ മനസ്സിൻ്റെ ഉപകാരം പറഞ്ഞു. ഇനി ഈ തലയുടെ ഉദ്ദേശം എന്താ? ഈ തല നമസ്കരിച്ചിടുകയാം ശിരസിനും പ്രയോജനം. ശിരസ്സുണ്ടായാൽ പോരാ. ആരേനെ പലതും കാണുവാനിങ്ങോടാതെ മുകുൽ വർണ്ണനെ കാണാൻ കൊതിച്ചു ഭഗവത് വിഗ്രഹത്തിനും ഭക്തോത്തസം ജനത്തിനും നമസ്കരിച്ചിടുകയാം ശിരസ് എന്നും പ്രയോജനം. പലേതും കാണുവാൻ ഓടാതെ മുകിൽ വർണ്ണനെ കാണാൻ കൊതിച്ചു കണ്ണീരാർന്നീടും കണ്ണുകൾ കൺകളാം. അംഗങ്ങൾക്കൊക്കെയും തന്നെ വിശുദ്ധി ഭഗവാന്റെയും ഭക്തോത്തമന്മാരുടെയും പാദതീർത്ഥം വഹിക്കലാം. ഈ ശരീരം സെൻറ്റ് പൂശുള്ളതല്ല, പിന്നെന്തിനാടോ ഹേ? അംഗങ്ങൾക്കൊക്കെയും തന്നെ വിശുദ്ധി ഭഗവാന്റെയും വിശുദ്ധി ഭഗവാന്റെയും ഭക്തോത്തമന്മാരുടെയും പാദതീർത്ഥം വഹിക്കലാം. അതിനാണ് ആനമൂത്രം ഒഴിച്ചു പോയ വഴിയിൽ ഗുരുവായൂർ അമ്പലത്തിൽ ശയന പ്രദർശനം ചെയ്യുന്നത്. ആനയുടെ മൂത്രമില്ലേ? സാരമില്ല. ആരുടെ ആന? ഗുരുവായൂരപ്പൻ്റെ. അതിൻ്റെ മുകളിൽ കൂടെ എത്രയോ ഭക്തന്മാർ നടന്നു പോണു. അവരുടെ രേണുക്കൾ, പാദരേണുക്കൾ നമ്മുടെ ശരീരത്തിൽ പറ്റിയാൽ അതിന് വലിയൊരു ആയുർവേദ ഡിവിനിറ്റി ഉണ്ട്. ഇപ്പോൾ ഭാഗവതം മൂലത്തിൽ പാൽക്കടൽ മഥനം ചെയ്യുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമായ എന്താ പറയുക, ആയുർവേദാചാര്യനായ ചിലപ്പോൾ ഇങ്ങനെ ആളെ കുഴക്കുക, പേര് വരില്ല, എന്താ ചെയ്യുക, ആയുരാരോഗ്യ സൗഖ്യം തരുന്ന അമൃതകലശം കയ്യിൽ വെച്ചിട്ടുള്ള ഒരവതാരം ഉണ്ടല്ലോ ഭഗവാന്റെ, ഇല്ലേ? ഉണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ആ കണക്റ്റ് ആവണില്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ആയുർവേദമൂർത്തി, അതായത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പോയാൽ കാണാം 2 ആനക്കൊമ്പൊക്കെ വെച്ചിട്ട് ഒരു വിഗ്രഹം. അതിൻ്റെ പേരാണ് കിട്ടാത്തത്. ബുദ്ധിമുട്ടായി. എങ്ങനെയായാലും വിഷ്ണുവിൻ്റെ അംശാവതാരം പാലാഴി മദനത്തിൽ ഭഗവാൻ തന്നെ താമരമാലയ്ക്കായിട്ട് ഒരു കുമ്പായിട്ട് വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, അപ്പോൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പോയിട്ട് ഒരു പ്രത്യേകതരം നെയ്യ് കഴിച്ചതുകൊണ്ടായില്ല. ഈശ്വരൻ്റെ നാമങ്ങളാകുന്ന നാമസങ്കീർത്തനാണ് ആദിവ്യാധികൾക്ക് പരമമായ ഔഷധമെന്ന് ഭാഗവതം മൂലം പറയുന്നു. പക്ഷെ നമ്മളെ ശ്ലോകങ്ങൾ വായിക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ, ശ്ലോകാർത്ഥങ്ങൾ പഠിച്ചില്ല. ശ്ലോകാർത്ഥങ്ങൾ പറയണു, മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, ഭഗവാന്റെ നാമസങ്കീർത്തനം. ആര് ഭക്തി പുരസ്സരം
സ്വാധീനമാക്കി ദിനചര്യകളിൽ അതൊരു ഒരു ഒരു സതുദ്ദേശപരമായിട്ട് ഒരാചാരമായിട്ട് നമുക്കെടുക്കാൻ സാധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഭക്തോത്തമന്മാരുടെയും പാദതീർത്ഥം വഹിക്കയാം ഈ മട്ട് അല്ലാകിൽ വിശേഷനിൽ അലിഞ്ഞ് ഏകും ഇതൊക്കെയും അതാതിൻ പേരിന് അർഹങ്ങൾ തന്നെയാവുകയെങ്കിന്. പേരിന് അർത്ഥം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം അറിയാൻ വേണം. മനസ്സിലായില്ലേ? അതാണ് ഈ മട്ടല്ലാകിൽ വിശേഷനിൽ അലിഞ്ഞേകും ഇതൊക്കെയും അതാതിൻ പേരിൻ അർഹങ്ങൾ തന്നെയാവുന്നതെങ്ങനെ. പ്രപഞ്ചത്തിങ്കൽ അതേതെങ്കിലും തന്നാഥൻ ഈശ്വരൻ പ്രശോഭിക്കുന്നതായി തന്നെ കാണുമാറാകണം പ്രഭോ. അവിടെയാണ് എന്താ പറഞ്ഞത്? പ്രപഞ്ചത്തിങ്കൽ അതങ്കലെ ഏതേതിലെങ്കിലും തന്നാഥൻ ഈശ്വരൻ. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടെ നാഥൻ ആരാ? എൻ്റെ നാഥൻ ഈശ്വരനാ. ആ ഈശ്വരൻ എവിടെയാണ് ഇരിക്കണത്? എൻ്റെ മനസ്സിൽ. ഒരു സ്ത്രീക്ക് എവിടെ ഇരിക്കണത്? അവരവരുടെ മനസ്സിൽ. അപ്പോൾ താലി ചാർത്തിയ പുരുഷനുണ്ട്, അതിനേക്കാൾ മീതെ തന്നെ പറയണം. ഈശ്വരൻ ആണ് ഉള്ളിൽ വേണ്ടത്. ആ ഈശ്വരൻ്റെ പ്രതിബിംബമാണ് പുറത്ത് കാണേണ്ടത് എല്ലാ വിഗ്രഹങ്ങളിലും. ധന്വന്തിരി ഇപ്പോൾ ഓർമ്മ വന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കഥ പറഞ്ഞു ഇല്ലേ? ധന്വന്തിരി അവതാരം. ഭഗവാൻ പാൽക്കടൽ മന്ഥനം ചെയ്യപ്പോൾ ഭഗവാന്റെ തന്നെ അംശാവതാരമായിട്ട് ധന്വന്തിരി ഭഗവാൻ അമൃതകുംഭായിട്ട് വന്നു. ധന്വന്തിരി അതാണ് കിട്ടാണ്ടിരുന്നത്. ആ ധന്വന്തിരി ഭഗവാൻ നമ്മുടെ വ്യാധികളെന്ന് പറഞ്ഞാൽ അസുഖങ്ങളെന്നാണ്. ആധികളെന്ന് പറഞ്ഞാൽ ലൗകിക നേട്ടങ്ങളിൽ ഉണ്ടാവുന്ന വീഴ്ചകളുടെ ഫലമായിട്ട് മനസ്സിനെ ശിഥിലീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ ആദി. അത് നമ്മളെ മതിക്കാതെ കണ്ടിരിക്കാൻ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ എന്ന നാമസങ്കീർത്തനം ഓരോ ശ്വാസനിശ്വാസത്തിലും ഇടതടവില്ലാതെ കണ്ട് ഭജിക്കലാണ് പരമശയോ. അപ്പോൾ ധന്വന്തിരീനെ മറക്കണ്ട. അപ്പോൾ ധന്വന്തിരീനെ ഉപാസിച്ചോളൂ. പക്ഷേ മരുന്നിനേക്കാൾ വലിയ സിദ്ധൌഷധം ഭഗവാന്റെ നാമസങ്കീർത്തനം. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ പാടിയും കൊണ്ട് തന്നെ ഇരിക്കുക. എന്നെ കാക്കണമെന്നൊന്നും പറയണ്ട, അത് അദ്ദേഹം ചെയ്തോളൂ. ആ സമയം കൂടി നാമസങ്കീർത്തനം ചെയ്യാം. അപ്പോൾ ഈ വണ്ണം ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും മുകുന്ദനെ വിടാൻ വയ്യാത്ത നിലയാണുളവാകേണ്ടതല്ലയോ. ഇന്ദ്രിയങ്ങൾക്കും കാലക്ഷേത്രങ്ങൾ പ്രദർശനം വയ്ക്കാൻ, കയ്യെ ആരാധന ചെയ്യാൻ, തല കുമ്പിടാൻ, ശരീരം ആകെ മൊത്തം നമസ്കരിക്കാൻ, നാവ് നാമോച്ചാരണത്തിന്, ചെവികൾ ഭഗവാന്റെ നാമസങ്കീർത്തനം കേൾക്കാൻ, നാസാരന്ധ്രം ഭഗവാന്റെ പ്രസാദം ഘ്രാണിക്കാൻ, കണ്ണുകൾ ഭക്തന്മാരെ കണ്ടു തൊഴാൻ. ഭക്തന്മാരെ കാണണ്ടേ വിഗ്രഹങ്ങളും. അത് ഞാൻ രണ്ടാമതേ പറയണുള്ളൂ. പരമശേലേ. അപ്പോൾ മറ്റൊക്കെയും മാഞ്ഞു മനക്കാമ്പിൽ ഗിന്ദീവരേക്ഷണൻ മധുരസ്മിതവും തൂകി വിലസിയിടണമല്ലയോ. അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ആദിപരാശക്തി അരുളുന്നുണ്ട് എന്നൊരു ബോധം നമ്മൾക്കുണ്ടാവണം. ആയത് ഓർത്ത് അത്തരം പുണ്യം ഭഗവത് ചരിതാമൃതം പാർന്നു തന്നിടണം ഞങ്ങൾക്കിനിയും വ്യാസനന്ദന. ഹേ ശുഖബ്രഹ്മർഷേ, പരീക്ഷത്ത് പറയാണ്, ഹേ ശുഖബ്രഹ്മ ഋഷി അല്ലേ, ശുഖബ്രഹ്മമൂർത്തെ, അങ്ങാര വ്യാസനന്ദനാണ്. ആയത് ഓർത്ത് അത്തരം
പുണ്യം ഭഗവത് ചരിതാമൃതം പാർന്നു തന്നിടണം. ഞങ്ങൾ രണ്ട് കയ്യും കാണിക്കാം, ഇതിരിക്കെ പാരും ഞങ്ങൾ കുടിക്കട്ടെ. പക്ഷെ അത് ശ്രോത്രത്തു കൂടെ, ചെവി കൂടെ കുടിക്കാമെന്ന് മാത്രം. ഭഗവത് നാമസങ്കീർത്തനം കാതുകൂടെയാണ് മനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. പാർന്നു തന്നിടണം ഞങ്ങൾക്കിനിയും വ്യാസനന്ദന വിഷ്ണുരാധൻ എന്ന് പറഞ്ഞാൽ പരീക്ഷിത്തൻ. വിഷ്ണുരാധൻ്റെ മൊഴി കേട്ടുടൻ ബ്രഹ്മർഷിയത്രയും സന്തോഷമാർന്നു ഗോവിന്ദചരിതാമൃത സിന്ധുവിൽ. അദ്ദേഹം എവിടെയാണ് കുളിക്കുക? അദ്ദേഹം കുളിക്കല്ല, നീരാടുക, മുങ്ങ താഴുക. എന്തിന്? സന്തോഷമാർന്ന ഗോവിന്ദചരിതാമൃത സിന്ധുവിൽ, ഗോവിന്ദചരിതമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങി കൂളിട്ട് കളിക്കണം. ആരെ? ശുഖബ്രഹ്മ മഹർഷി. ഒട്ടേറെ മുഴുകിക്കൊണ്ടു പുളുകാഞ്ചിത വിഗ്രഹൻ ബന്ധാഞ്ജലി പുടൻ കൺകൾ തുറന്ന് ഈ വണ്ണമോദനൻ. അപ്പം അദ്ദേഹം എപ്പോഴും ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കണ്ണടച്ചിട്ട് അഞ്ജലി ബന്ധം ചെയ്തിട്ടാണ് ഇരിക്കുക. അഞ്ജലി ബന്ധം ചെയ്യുക, കണ്ണടച്ചോളുക. ഉള്ളിൽ അവരവരുടെ ഹൃദയഗഹ്വരത്തിൽ കാണുന്ന ചൈതന്യം ഈശ്വരൻ്റേതാണെന്നുള്ള ബോധം വന്നാൽ അവരവർ വീട്ടിൽ എന്താ പറയുക, ചാളയാച്ചാൽ ചാള, കൊട്ടാരാണെങ്കിൽ കൊട്ടാരം, രണ്ടിനും ഭേദമില്ല. കാരണം നമ്മുടെ ഹൃദയകമലം വൈകുണ്ഠായാൽ മതി. എന്നാൽ അവിടെ സദാസമയത്തും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെ നാനാത്വത്തിൽ ഏകത്വം കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. പഠിപ്പു തീർന്ന് അത് അല്ല, അത്രയ്ക്കായിട്ടില്ല, അറിയാനായ അവിടേക്കും എത്തിയിട്ടില്ലല്ലേ. ഒട്ടേറെ മുഴുകിക്കൊണ്ട് പുളകാഞ്ചിത വിഗ്രഹൻ ബന്ധാഞ്ജലി പുടൻ കൺകൾ തുറന്ന് ഈ വണ്ണമോദിനാൻ. കേട്ടാലും കരുണാമൂർത്തിക്ക് ഉറ്റ ചങ്ങാതിയായ ഒരാൾ ഉണ്ടായിരുന്നു പാർത്തട്ടിൽ അന്നൊരു പൊൻകുറി പോലവേ. ഭഗവാന്റെ നെറ്റിയിലെ പൊൻകുറി പോലെ അദ്ദേഹത്തിന് ആദ്യം മുതൽക്ക് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു. സാന്ദീപനി ഗൃഹത്തിങ്കൽ പണ്ടുതൻ കൂടെ ഒട്ടുനാൾ പഠിച്ചൊരു മഹാധന്യൻ. ശരിക്കും ഒട്ടുനാൾ എന്ന് പറയരുത്, 64 ദിവസം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് അദ്ദേഹം. അതിപ്പോൾ എവിടുന്ന ചങ്ങാത്തം തുടങ്ങിയത്? ഗോകുലത്തു നിന്നാണോ? ആയിരിക്കണം. സുധാമാവ് പറഞ്ഞിട്ട് ഒരാൾ. സാന്ദീപനി ഗൃഹത്തിങ്കൽ പണ്ടുതൻ കൂടെ ഒട്ടുനാൾ പഠിച്ചൊരു മഹാധന്യൻ പ്രശാന്തൻ ബ്രാഹ്മണോത്തമനെ പ്രശാന്തനാവാൻ പറ്റുള്ളൂ. യാദേവി സർവഭൂതേഷു ശാന്തിരൂപേണ സംസ്ഥിത നമസ്തസ്മൈ നമോ നമഃ. അറിയാനായി ആ നാൾ തൊട്ടേ ജന്മോദ്ദേശത്തെ നേടുവാൻ അറിയാനായി ആ നാൾ തൊട്ടേ ഭഗവാൻ കണ്ടുമുട്ടിയ ദിവസം മുതൽക്ക് തന്നെ ആ ബ്രാഹ്മണകുമാരന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ. അതെന്താ എന്ന് ചോദിച്ചാൽ ജന്മോദ്ദേശത്തെ നേടുവാൻ. എന്താ ജന്മോദ്ദേശം ആവേണ്ടത്? കാശുണ്ടാവണം, വെളുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധനായ ഭർത്താവിനെ കിട്ടണം, വീടുണ്ടാവണം, കാറുണ്ടാവണം, കോപ്പുണ്ടാവണം എന്നൊന്നും അല്ല. പറഞ്ഞുതരാം. ഈശ്വര ഭജനം ചെയ്യാനുള്ളതാ ശരീരം. ചോദിക്കും വയറ് നിറയോ എന്നുള്ളത്. വയറ് നിറയും. തല കീറിയിട്ടുണ്ടോ? വായ കീറിയിട്ടുണ്ടാവും. 100% ഗ്യാരണ്ടിയാണ്. പക്ഷേ 100% വിശ്വാസം ഉണ്ടാവണം. ഒരു കാലത്ത് നമ്മളെ സഹോദരന്മാർ, ഞാനടക്കം 18 വയസ്സാകുമ്പോഴേക്ക് ഞാൻ ബോംബെയിലെത്തി. അന്ന് ജോലി വേണം. 11 മാസം ഞാൻ ബോംബെയിൽ. ആക്ച്വലി അപ്പോൾ ജോലിക്കായിട്ട് പോയതല്ല. അത് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിക്കും. എൻ്റെ ചെറിയച്ഛൻ്റെ ശ്രാദ്ധം ഊട്ടാനുള്ള ഉണങ്ങല്ലരി, നാളികേരം, പിന്നെന്താ പറയുക, വെള്ളരിക്ക, ചേന, കായൊക്കെ ആയിട്ട് ഒരു ചാക്ക് കെട്ടി തന്നു. അന്ന് കാലിൽ ചപ്പലുമില്ല, ഒരു ട്രൗസറിൻ്റെ മുകളിൽ ഒരു ലിനൻ മുണ്ടും ഒരു കുപ്പായും.
₹36 ചീട്ടും വാങ്ങി തന്നു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിൽ ബോംബെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. അത് അഴിച്ചിടുക ആർക്കോണത്താണ്. എന്നിട്ട് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാവരും നടന്നു പോവും. ഒരു 6-7 റെയിൽ മുറിച്ച് കിടക്കുമ്പോൾ സൂക്ഷിക്കണം. ഷണ്ടിങ് സ്റ്റേഷനാണ്. വെള്ളം നിറയ്ക്കണം അന്നൊക്കെ. അപ്പോൾ വെള്ളം നിറയ്ക്കാൻ വണ്ടി ഇഞ്ചൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. പുറത്ത് മലബാർ കാക്കാൻ്റെ ഒരു ഹോട്ടലുണ്ട്. അവിടെ പോയാൽ ചോറ് കഴിക്കാം, കേരള സ്റ്റൈലിൽ. പൊതിച്ചോറും വാങ്ങാം രാത്രിയിലേക്ക്. അന്ന് 3-3:30 മണി. പിന്നെ വൈകുന്നേരമാണ് വണ്ടി. മദ്രാസിൽ നിന്ന് ഒരു വണ്ടി വരും. അതിൽ ഈ കമ്പാർട്ട്മെൻറ്റ് അറ്റാച്ച് ചെയ്യണം. അത് 24 മണിക്കൂർ എടുക്കും ബോംബെയിലെത്താൻ. 3-ാം ദിവസം വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ 3-ാം ദിവസം എത്തുക. അവിടെ എത്തുമ്പോഴേക്കും ഷർട്ടൊക്കെ കരി പിടിച്ചിട്ടുണ്ടാവും. സ്റ്റീം എഞ്ചിനാണ് ഇത്. ഞാൻ പറഞ്ഞത് 70s 70 71 ആ ബംഗ്ലാദേശ് യുദ്ധമുള്ളപ്പോൾ ഞാൻ ബോംബെയിലാണ്. ബ്ലാക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു ചിക്കൻ ബോക്സ് പിടിച്ചിട്ട്. ചികിത്സയൊക്കെ അവിടെ കഴിഞ്ഞു. പിന്നെ ഞാൻ ബോംബെക്ക് പോകുന്നത് 75 മാർച്ച് 3-നാണ്. ആ കാലയളവിലാണ് ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വത്തിൽ ഒഫീഷ്യലായിട്ട് കാര്യസ്ഥനായിട്ട് ജോലി ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ. ₹90 ശമ്പളത്തിന്. അച്ചമ്പങ്ങളുടെ പവർ ഓഫ് അറ്റോർണി ആയിട്ട്. ഇത് ഭയങ്കര വലിയ ചരിത്രമാണ്. അപ്പം എന്താ ഈ സാന്ദീപിനി ഗൃഹത്തിങ്കൽ പണ്ടുതൻ കൂടെയൊട്ടുനാൾ പഠിച്ചൊരു മഹാധന്യൻ പ്രശാന്തൻ ബ്രാഹ്മണോത്തമൻ അറിയാനായി നാൾ തൊട്ടേ ജന്മോദേശത്തെ നേടുവാൻ ഈശ്വരവചനം കൊണ്ട് മോക്ഷം കിട്ടാൻ വേണ്ടി മനസ്സ് ഒഴിഞ്ഞ് വെച്ചേറെ വിളങ്ങിയ മനസ്സിനെ ഒഴിഞ്ഞു. കല്യാണം കഴിക്കണമെന്നോ കുട്ടികളുണ്ടാവണമെന്നോ സമ്പത്ത് വേണമെന്നോ ധനം വേണമെന്നോ. സമ്പത്തല്ല, സമ്പത്ത് വിദ്യയാണ്. വിദ്യാധനം സർവധനാൽ പ്രധാന. ആരോഗ്യം സർവധനാൽ പ്രധാനം. അത് കഴിഞ്ഞിട്ടേ ധനം വേണ്ടു. മർത്യൻ്റെ 2 നാളത്തെ പേരിനും മറ്റും മൂഴിയിൽ വിലയേറും മഹത്തായ ജീവിതം പോക്കിടാത്തവൻ. കുചേലനെ പറ്റിയിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ. മർത്യൻ്റെ 2 നാളത്തെ പേരിനും മറ്റും മൂഴിയിൽ. പദവിയും പേരും 2 നാളിന് വേണ്ടിയിട്ടല്ലടാ എന്നാ ചോദിക്കുക. ഏത് പദവിയും? ഈ എക്സിസ്റ്റൻസ് ഓഫ് ദി നേച്ചർ അല്ലെങ്കിൽ എർത്ത്, ഭൂമിയുടെ എക്സിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മുടെ ആയുസ് ഒരു ബുദ്ബുദാകാരാണ്. അതാണ് ഈ 2 നാൾ എന്നുള്ള പ്രഹസനപരമായിട്ടുള്ള ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത്. മർത്യൻ്റെ 2 നാളത്തെ പേരിനും മറ്റും മൊഴിയിൽ വിലയേറും മഹത്തായ ജീവിതം പോക്കിടാത്തവൻ. എനിക്ക് അങ്ങനെയുള്ള ജീവിതം വേണ്ടെന്നാ. എനിക്ക് ഈശ്വരവചനം മതി. എനിക്ക് മോക്ഷം മതി. എനിക്ക് ഈശ്വരൻ്റെ തിരുപാദപത്മങ്ങൾ എൻ്റെ മനസ്സിൽ സദാ പ്രവേശിച്ച് പോകാതെണ്ടിരിക്കാനുള്ള വിദ്യ പഠിച്ചാൽ മതി. അതാണ് ഈശ്വരവചനം എന്ന് പറയുന്നത്. ശുഭകാര്യങ്ങൾ ഏകാന്ത സ്ഥലത്തല്ലാതൊരിക്കലും അങ്ങിങ്ങ് വിളയില്ലെന്നോർത്ത് ആവിധം തന്നെ വാഴുവോൻ. ശുഭകാര്യങ്ങൾ ഏകാന്ത സ്ഥലത്തല്ലാതെ ഒരിക്കലും. ഏകാന്തതയിലാണ് ശുഭകാര്യങ്ങൾ. മനസ്സിന് ശാന്തി ഉണ്ടാവുന്നത്. ഇത് നമ്മളൊരു 6, 8, 10 വയസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് പൂരങ്ങളുടെ പിന്നാലെ പോവില്ല. അത് പഠിക്കാത്തവരാണ് ആന വേണം, മേളം വേണം, കരിമരുന്ന് കൂടാണ്ട് കഴിയില്ല എന്നൊക്കെ പറയണത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ധിക്കാരമായിട്ട് തോന്നും. വേണ്ട, ധിക്കാരം വേണ്ട. ധിക്കാരമില്ല എനിക്ക്. ശുഭകാര്യങ്ങൾ ഏകാന്ത സ്ഥലത്തല്ല അതൊരിക്കലും അങ്ങിങ്ങ് വിളയില്ലെന്ന് ഓർത്ത് ആവിധം തന്നെ വാഴുവൻ. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കുചേലൻ്റെ ജീവിതം. പഠിപ്പു തീർന്ന് അതിൽ പിന്നീട് ഓരോ സൽഗുണപാഠവും അനുഷ്ഠാനത്തിനാൽ മിന്നിപ്പതിനായി തന്നെ വെമ്പുവൻ. പഠിപ്പ് തീർന്നു. എന്നിട്ടോ പിന്നീട് ഓരോ സൽഗുണപാഠവും. അതിന് സത്സംഗം വേണം. സജ്ജന സംസർഗത്തിൽ നിന്ന് സൽഗുണപാഠങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അനുഷ്ഠാനത്തിനാൽ പഠിച്ചാൽ പോരാ, അനുഷ്ഠിക്കണം. ആചാരത്തിൽ കൊണ്ടുവരാത്ത സദ്വിചാരങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
അനുഷ്ഠാനത്തിനാൽ മിന്നിപ്പതിനായി തന്നെ വെമ്പുവോൻ ആഗ്രഹിക്കുന്നവൻ എന്നർത്ഥം. ആ മട്ടിൽ ഈശാർപ്പണമായി എന്തും ശീലിച്ചു സർവവും. ആ മട്ടിൽ, ഏത് മട്ടിൽ? ഏകാന്തത്തിൽ ഇരുന്ന് തൻ്റെ ഹൃദയകമലത്തിൽ വിലസുന്നതായ ഭഗവാനെ കണ്ണടച്ച് അഭിനന്ദിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആ മട്ടിൽ ഈശാർപ്പണമായി എന്തും ശീലിച്ചും സർവവും ഭഗവന്മയമായി തന്നെ കാണുമാറായ ഭാഗ്യവാൻ. എന്തും ഭഗവന്മയം. കുട്ടികളുടെ രോദനം, വിശപ്പ് ഒന്നും അറിയില്ല അദ്ദേഹത്തിന്. വിശുദ്ധ ഭക്തി ഉൾക്കാമ്പിൽ അലതല്ലുക കാരണം. അനുകരണ ഭക്തിയല്ല, വിശുദ്ധ ഭക്തി. വിശുദ്ധ ഭക്തി ഏകാന്തവാസ. ഞാനെന്താ ഭ്രാന്തനാ? അമേച്ചറായിട്ട് വീട്ടിലിരുന്ന് പ്രൊഫഷണലായി പോയാൽ ഇന്നത്തെ ആരോഗ്യത്തിനും എനിക്കൊരു 2 സപ്താഹമൊക്കെ ഒരു മാസത്തിൽ ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ ഞാനങ്ങനെ പോണില്ല. കാരണം എന്താ? എനിക്ക് ആ കാശ് വേണ്ട. ആ ഏകാന്തത്തിലിരുന്ന് യൂട്യൂബൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ എൻ്റെ ബോസ്, ഞാൻ തന്നെ സബ്സ്ക്രൈബർ, ഞാൻ തന്നെ കേൾക്കും, ഞാൻ തന്നെ പറയണു, ഞാൻ തന്നെ കേൾക്കണു, ഞാൻ ആനന്ദിക്കണു. പരമാനന്ദം, ചിന്മയാനന്ദം, സച്ചിദാനന്ദം. പറഞ്ഞേ? വിശുദ്ധ ഭക്തി ഉൾക്കാമ്പിൽ അലതല്ലുക കാരണം. മറ്റൊന്നും മഞ്ഞിൽ ഓർത്തിയിടാനിടയില്ലാത്ത പുണ്യവാൻ. മനസ്സിൽ വേറെ ഒരു ചിന്തയും വരാത്തവനാണ് പുണ്യവാൻ. മനസ്സിൽ ഈശ്വര കാര്യങ്ങൾ മാത്രം. ബ്രഹ്മത്തിൻ്റെ വിലാസങ്ങൾ തന്നെയാം കാൺമതൊക്കെയും ഈ മട്ട് ഉറച്ചു ലോകത്തിൽ വിഭ്രമങ്ങൾ അകന്നവൻ. ഇപ്പം നമ്മൾക്ക് പരിഭ്രാന്തി എന്താ? സമ്പത്ത് വേണം, സമ്പത്ത് വേണം, സമ്പത്ത് വേണം. അതിന് വിദ്യയുടെ പേരില്ലേ? ബ്രഹ്മത്തിൻ്റെ വിലാസങ്ങൾ തന്നെയാം കാൺമതൊക്കെയും ഈ മട്ടുറച്ചു ലോകത്തിൽ വിഭ്രമങ്ങളകന്നവൻ. പോകാൻ വൈകിട്ട് ദാരിദ്ര്യം കണ്ണീർ വാർക്കുന്ന മാതിരി ചോരും ഗ്രഹത്തിലും ധന്യധന്യമാം മട്ടിൽ വാഴുവൻ. സർവത്ര 4 പുറം ദാരിദ്ര്യ സമ്പത്തിൻ്റെ. അത് അദ്ദേഹത്തിന് അറിയണില്ല. കാരണം നാരായണ 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 നാരായണ. ചോരും ഗൃഹത്തിൽ മഴ പെയ്താൽ വെള്ളം പുറത്തു പോവില്ല തന്നെ. അപ്പോൾ ദേഹാഭിമാനമെന്നുള്ളതുള്ളിൽ മുട്ടാത്തൊരാ മഹാൻ. അവിടേക്ക് എത്തണപ്പോൾ പറഞ്ഞു, പോകാൻ വൈകിട്ടു ദാരിദ്ര്യം കണ്ണീർ വാർക്കുന്ന മാതിരി ചോരും ഗൃഹത്തിലും ധന്യധന്യമാം മട്ടിൽ വാഴുവൻ. പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ ഊട്ടുപുര, പട്ടാമ്പി, പടിഞ്ഞാറേമഠം ദേവസ്വം ഊട്ടുപുര വലിയ ഒരു 10-400 ആൾക്ക് ഇരുന്ന് ഊണ് കഴിക്കാൻ പറ്റിയ ഹാളാണ്. അതിൻ്റെ ഉത്തരത്തിലൊക്കെയാണ് ഞങ്ങൾ തിരുവാതിരയ്ക്ക് ഊഞ്ഞാലാടിയിരുന്നത്. അപ്പോൾ അമ്പലത്തിലേക്ക് പോണ പോലായ പത്തായപ്പര, നാളികേരം സൂക്ഷിക്കാൻ ഒരു ഉള്ളിൽ ഒരു അത് ഒരു പാതാളം പോലെ, ചെമ്പ് ചരക്ക് കമത്തിയിടാൻ വേറൊരു അറ, പിന്നെ നെല്ല് എത്ര വേണമെങ്കിലും സൂക്ഷിക്കാം മരം കൊണ്ട് അതിവിപുലമായ ഒരു പത്തായം, അതിൻ്റെ മുകളിൽ ബെഡ്റൂം, അതിൻ്റെ മുകളിൽ വരാണ്ട. അപ്പോൾ ഈ ഓടുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ ചോരും. പ്രത്യേകിച്ച് ഒരു 60 കഴിഞ്ഞപ്പോഴേക്കും വേണ്ട മാതിരി പാട്ടം കിട്ടാതെ ഉണ്ടായി. ഞാൻ പറഞ്ഞുതരാം കഥകളൊക്കെ. അപ്പോൾ 60 എന്ന് പറയുമ്പോൾ ഒരു 8 വയസ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? തെങ്ങിൻ്റെ ഓല, നല്ല ഓല വെട്ടി ഓടിൻ്റെ നീളത്തിന് മുറിച്ച് ഉണക്കി വയ്ക്കും. എന്തിന്? എവിടെ ചോരനെ വിചാരിച്ചാൽ അതിന് തിരികെ കൊടുക്കാൻ. നമ്മൾക്ക് ഇപ്പോഴത്തെ ജനറേഷന് വല്ലതും അറിയോ അതിനെ പറ്റിയിട്ട്? അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും വളർന്നത്. പക്ഷേ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു കിട്ടുമോ? ഞാൻ നിങ്ങൾക്ക് ധൈര്യം തരാൻ വേണ്ടി, ഒരു മോട്ടിവേഷന് വേണ്ടി പറയാണ്, സത്യം പറയാണ്. ഞാനങ്ങനെ പഠിക്കാനൊന്നും വലിയ സമർത്ഥനായിരുന്നില്ല. പക്ഷേ എൻ്റെ രണ്ട് കുട്ടികളെയും ഭഗവാൻ പഠിപ്പിച്ചു. IIT ബോംബെയിൽ നിന്ന് PhD എടുപ്പിച്ചു. ഞാനല്ല, ഭഗവാൻ. എനിക്ക് 10 പൈസ ചിലവായിട്ടുമില്ല. എൻ്റെ കയ്യിലില്ല. ഉള്ളതൊക്കെ നാട്ടിലേക്ക് അയക്കണം. 2-3 കുടുംബം നോക്കണം. നോക്കി. ഇപ്പം ഞാൻ ശാന്തനാണ്, പ്രശാന്തനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള
ഒത്താശകൾക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതാണ് ഈ ക്ലാസ് ഇതിങ്ങനെ യൂട്യൂബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ജന്മം വേണ്ടി വരും അദ്ദേഹത്തിനോടുള്ള കടപ്പാട് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന മതി, ധർമാർത്ഥ കാമ മോക്ഷം. ഇനി ആരായിട്ടും ജനിക്കണ്ട, പ്രശ്നമില്ലേ? അതുകൊണ്ടാണ് ദേഹാഭിമാനമെന്നുള്ളതുള്ളിൽ മുട്ടാത്തൊരാ മഹാൻ അതേമാതിരി വൈരാഗ്യാദികളർന്നു ഒരു ധന്യയെ കല്യാണം കഴിച്ചതാരാ? വൈരാഗ്യം വളർന്നൊരു ധന്യയെ ലഭിക്ക മൂലം പരിശുദ്ധമായ ഗാർഹ്യസ്ഥന്മാർ ഏറെ വിളങ്ങി ധന്യൻ സ്ത്രീ പുംഭ്രമം തീരെ അകന്ന്, സ്ത്രീ എന്നോ പുരുഷനെന്നുള്ള ഭ്രമം തീരെ അകന്ന് ചിത്തപത്മം തെളിഞ്ഞ് ആവിധം ഉല്ലസിപ്പോൻ. ചിത്തപത്മം, ചിതാകാശ ഗുഹയിലെ താമര സമാധാനമുള്ള താമരയിലാണ് ഈ ചൈതന്യം ഇരിക്കുന്നത്. ലഭിക്ക മൂലം അതേമാതിരി വൈരാഗ്യാദികളാർന്നൊരു ധന്യയെ ലഭിക്ക മൂലം പരിശുദ്ധമായ ഗാർഹ്യസ്ഥന്മാർ ഏറെ വിളങ്ങി ധന്യർ സ്ത്രീ പുംഭ്രമം തീരെ അകന്ന ചിത്തപത്മം തെളിഞ്ഞ ആവിധം ഉല്ലസിപ്പോൻ. അങ്ങനെയാണ് 35 ശ്ലോകങ്ങളെ കൊണ്ട് കുചേലവൃത്തം 1-ാം ഭാഗം കഴിഞ്ഞു. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ 90-ശതതമഃ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയി തീരട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.